അമ്മ മാതാവിനും ഈശോയ്ക്കും 1000 നന്ദി പറയുന്നു. എൻ്റെ പേര് റിജോ. ഞാൻ ചങ്ങനാശ്ശേരിയിൽ നിന്ന് വരുന്നു. ഞാനിവിടെ വന്നിരിക്കുന്നത് എൻ്റെ ജീവിതത്തിൽ എനിക്ക് മാതാവ് തന്ന അനുഗ്രഹങ്ങളെക്കുറിച്ച് നിങ്ങളോട് ഷെയർ ചെയ്യാൻ വേണ്ടിയിട്ടാണ്. ഞങ്ങൾ കല്യാണം കഴിഞ്ഞിട്ട് 5 വർഷമായിരുന്നു. ഞങ്ങൾക്ക് കുഞ്ഞുങ്ങളൊന്നും ഇല്ലായിരുന്നു. ഞങ്ങൾ ഒരുപാട് പ്രാർത്ഥിച്ചു, ഒരുപാട് പള്ളികളിൽ പോയി പ്രാർത്ഥിച്ചു. ഞങ്ങൾക്ക് ഫലമൊന്നും കണ്ടില്ല. അതിൻ്റെ ഫലമായിട്ട് ഞങ്ങൾ ഒരു ഡോക്ടറെ പോയി കാണുകയും ഡോക്ടർ ജസ്റ്റ് ഞങ്ങളുടെ കാര്യങ്ങളെല്ലാം ചെക്ക് ചെയ്ത് നോക്കിയപ്പം അതിനകത്ത് പ്രശ്നങ്ങളൊന്നുമില്ല. എന്നാലും എൻ്റെ സ്പേമിനൊരു മൂവ്മെൻറ്റ് കുറവുണ്ട്, അത് മരുന്ന് കഴിച്ചാൽ മതി. ഞാൻ സൗദിയിലാണ് വർക്ക് ചെയ്യുന്നത്. അവിടുത്തെ ചൂടിൻ്റെ ഒക്കെ കൊണ്ടായിരിക്കും അങ്ങനെ സംഭവിക്കുന്നതെന്നാണ് ഡോക്ടർ പറഞ്ഞത്. പിന്നെ നിങ്ങൾ ഒരുമിച്ച് നിൽക്കാൻ പറ്റുകയാണെങ്കിൽ അങ്ങനെ നിൽക്കുക എന്നുള്ള രീതിക്ക് ഡോക്ടർ പറഞ്ഞു. കുറച്ച് മരുന്നുകളെല്ലാം തന്നു, അത് കഴിച്ചു. പക്ഷേ നമുക്ക് ഒരു ഫലം കണ്ടില്ല. അതിൻ്റെ ഫലമായിട്ട് ഞങ്ങൾ ഒരുപാട് പ്രാർത്ഥിച്ചതിൻ്റെ ഫലമായിട്ട് ഞാനൊരു ദിവസം രാവിലെ എഴുന്നേറ്റ് വന്നപ്പം എനിക്ക് ഉടമ്പടി എന്ന് എൻ്റെ മനസ്സിലിങ്ങനെ തോന്നിച്ചു. അതിൻ്റെ ഫലമായിട്ട് ഞാൻ എൻ്റെ വൈഫിനോട് പറഞ്ഞു, എടി ഇങ്ങനെ ഉടമ്പടി എന്ന് എനിക്ക് തോന്നുന്നു, നീ ഓൺലൈനിൽ ഉടമ്പടി എടുക്കുക എന്ന് ഞാൻ പറഞ്ഞു. അതിൻ്റെ ഫലമായിട്ട് അവൾ ഓൺലൈനിൽ ഉടമ്പടി എടുക്കുകയും അങ്ങനെ ഓൺലൈനിൽ ഉടമ്പടി എടുത്തു. 2024 ഞങ്ങൾ ഓൺലൈൻ ഉടമ്പടി എടുക്കുന്നത്. അത് കഴിഞ്ഞ് 2025 ജനുവരി 14 അവൾ കൺസീവ് ആകുകയും അതിൻ്റെ ഫലമായിട്ട് സെപ്റ്റംബർ 2025 9 ഞങ്ങൾക്കൊരു കുഞ്ഞിനെ ലഭിക്കുകയും ചെയ്തു. ഞങ്ങൾ ഓൺലൈൻ ഉടമ്പടിയാണ് എടുത്തത്. അപ്പം ഞങ്ങൾക്ക് നേർച്ച വസ്തുവൊന്നും കിട്ടിയില്ല. ഞങ്ങൾ പ്രാർത്ഥിക്കുക മാത്രമാണ് ചെയ്തത്. പിന്നെ അത് കഴിഞ്ഞ് ഞങ്ങൾക്ക് നോർമൽ ഡെലിവറി അല്ലായിരുന്നു, സിസേറിയനായിരുന്നു. സിസേറിയൻ്റെ സമയത്താണ് ഡോക്ടർ മനസ്സിലാക്കിയത് കുഞ്ഞിൻ്റെ കഴുത്തിൽ കോഡ് 4 പ്രാവശ്യം ചുറ്റി കിടപ്പുണ്ടായിരുന്നു. പക്ഷേ യാതൊരു കുഴപ്പവും കൂടാതെ ഞങ്ങൾക്ക് ഞങ്ങളുടെ കുഞ്ഞിനെ കിട്ടി. പിന്നെ അതിനുശേഷം ഞങ്ങൾ അവിടെ വെച്ച് കൺസീവ് ആയതിനു ശേഷം ഞാനിവിടെ നാട്ടിൽ കൊണ്ട് വിടാൻ വേണ്ടിയിട്ട്, അവിടെ ഭയങ്കര എക്സ്പെൻസീവാണ് ഇത് പ്രഗ്നൻസിയൊക്കെ. അപ്പോൾ ഞാൻ നാട്ടിൽ കൊണ്ട് വിടാൻ വന്നപ്പോഴത്തേക്കും ഞങ്ങൾ വീട്ടിൽ പോയിട്ട് വരാം എന്നുള്ള രീതിക്കായിരുന്നു ഞങ്ങൾ നിന്നിരുന്നത്. അത് ഞങ്ങൾ ആ തീരുമാനം മാറ്റുകയും ഞങ്ങൾ നേരെ ഇവിടെ കൃപാസനത്തിൽ വന്ന് മാതാവിൻ്റെ അടുത്ത് വന്ന് പ്രേക്ഷിത ഉടമ്പടി എടുത്തിട്ടാണ് ഞങ്ങൾ ഇവിടുന്ന് വീട്ടിലോട്ട് പോയത്. അതിനുശേഷം ഞങ്ങളിവിടെ വന്ന് ഉപ്പും എണ്ണയും എല്ലാം ഞങ്ങൾ സ്ഥിരമായി ഉപയോഗിക്കുകയും അതിൻ്റെ ഫലമായിട്ട് ഞങ്ങൾക്കൊരു കുഞ്ഞിനെ കിട്ടുകയും ചെയ്തു. യാതൊരു കുഴപ്പവും കൂടാതെ ഇപ്പം 4 മാസം ആയി ഞങ്ങളുടെ കുഞ്ഞിന്. യാതൊരു കുഴപ്പവും കൂടാതെ ഞങ്ങൾക്ക് കുഞ്ഞിനെ കിട്ടി. അതിന് 1000 നന്ദി പറയുന്നു. പിന്നെ ഞങ്ങളുടെ കുഞ്ഞിൻ്റെ ഞാൻ ഇവിടെ കൺസീവ് ആകാതെ വന്നപ്പോൾ ഞാൻ ഇവിടെ അങ്ങ് കൊണ്ടുപോയായിരുന്നു, എൻ്റെ കൂടെ സൗദിയിൽ കൊണ്ടുപോയ സമയത്ത് ഞങ്ങൾക്ക് ആദ്യം വിസ കിട്ടിയത് 3 മാസത്തേക്കാണ്. അപ്പോൾ 3 മാസത്തിന് ശേഷം വിസ പുതുക്കണമെങ്കിൽ എക്സിറ്റ് പോയേ പറ്റൂ എന്നുള്ള രീതി വന്നു. അപ്പം ഞങ്ങൾക്ക് എക്സിറ്റ് പോകുന്ന ആ സമയത്ത് ഇവിടെ ക്യാരിങ് ആയി. അപ്പോൾ നമുക്ക് ട്രാവലിംഗ് ബുദ്ധിമുട്ടുണ്ട് എന്ന് ഡോക്ടർ പറഞ്ഞതിൻ്റെ ഫലമായിട്ട് ഞങ്ങൾ ഒരുപാട് പ്രാർത്ഥിച്ച് അങ്ങനെ ഞങ്ങളൊരു ഏജൻറ്റ് ത്രൂ ഞങ്ങൾ 2ാമത് വിസ പുതുക്കി. അപ്പോഴും ഇവർക്ക് ശാരീരിക പ്രശ്നങ്ങളൊന്നും മാറാതെ വന്നപ്പോഴത്തേക്കും ഞങ്ങൾക്ക് പിന്നെ അടുത്ത വിസയ്ക്ക് കാലാവധി തീർന്നു. പിന്നെ നമുക്കൊന്നും ചെയ്യാൻ പറ്റത്തില്ല എന്നുള്ള അവസ്ഥയായി. അപ്പോൾ ഡോക്ടർ പറഞ്ഞു 5 മാസമാകാതെ നമുക്ക് ട്രാവലിംഗ് അനുവദിക്കത്തില്ല, അപ്പോൾ എന്തെങ്കിലും ചെയ്തേ പറ്റൂ എന്നുള്ള രീതിക്ക് ഞങ്ങൾ മാതാവിനോട് മുട്ടിപ്പായിട്ട് പ്രാർത്ഥിച്ചതിൻ്റെ ഫലമായിട്ട് ഞങ്ങൾക്ക് 1 വർഷം വരെ ആ വിസ എക്സ്റ്റെൻഡ് ചെയ്ത് കിട്ടുകയും ചെയ്തു. അതിൻ്റെ ഇടയ്ക്കാണ് ഞാനിവിടെ കൊണ്ടാക്കുകയും അതിൻ്റെ ഫലമായിട്ട് സുഖപ്രസവം നടക്കുകയും ചെയ്തത്. പിന്നെ ഞങ്ങൾക്ക് കുഞ്ഞുണ്ടായപ്പോൾ തൊട്ട് ഞങ്ങൾക്കൊരാഗ്രഹമായിരുന്നു, ഇവിടെ കൺസീവ് ആയെന്ന് പറഞ്ഞപ്പോൾ തൊട്ട് ഞങ്ങൾക്കൊരാഗ്രഹമായിരുന്നു എൻ്റെ അച്ചാച്ചനും അമ്മയും അവനെ മാമോദിസ മുക്കണമെന്ന്. എൻ്റെ അമ്മ ഒരു കിഡ്നി പേഷ്യൻ്റാണ്. ആഴ്ചയിൽ 2 ഡയാലിസിസ് ഉണ്ട്. അപ്പോൾ മാമോദിസയുടെ തലേദിവസം അമ്മയ്ക്ക് ഡയാലിസിസ് ഉള്ള ദിവസമായിരുന്നു. അപ്പോൾ അങ്ങനെ ഡയാലിസിസിന് പോയി. അമ്മയ്ക്ക് അവിടെ ഡയാലിസിസ് നടന്നുകൊണ്ടിരുന്നതിൻ്റെ ഇടയ്ക്ക് അമ്മയ്ക്ക് വല്ലാതെ ശ്വാസം മുട്ടൽ അനുഭവപ്പെട്ടു. അപ്പോൾ അഡ്മിറ്റ് ചെയ്യണം എന്നുള്ളൊരവസ്ഥ വന്നു. അങ്ങനെ വന്നു. പിറ്റേ ദിവസം മാമോദിസയാണ്. എന്ത് ചെയ്യണം എന്നുള്ള ഞങ്ങൾക്കറിയത്തില്ലായിരുന്നു. അപ്പം ഡോക്ടറോട് ചോദിച്ചപ്പോൾ ഡോക്ടർ പറഞ്ഞു, ശ്വാസം മുട്ടൽ അത് സ്റ്റേബിളാക്കാൻ നമുക്ക് ഒന്നും ചെയ്യാൻ പറ്റത്തില്ല. ഇൻ കേസ് നിങ്ങൾക്ക് കൊണ്ടുപോകണമെങ്കിൽ തന്നെ ഹോസ്പിറ്റലുകാർ അതിൻ്റെ ഉത്തരവാദിത്വം ഏറ്റെടുക്കത്തില്ല, നിങ്ങളുടെ ഓൺ റിസ്കിൽ കൊണ്ടുപോകണം എന്ന് പറഞ്ഞു. അപ്പോൾ ഞാൻ പറഞ്ഞു, എൻ്റെ കുഞ്ഞിൻ്റെ മാമോദിസയാണ്, ഞങ്ങൾക്ക് അമ്മയെ കൊണ്ടുപോയേ പറ്റൂ. ഞാൻ അതിനോട് ഒരുപാട് പ്രാർത്ഥിച്ചു. അതിനുശേഷം എൻ്റെ അമ്മ മാമോദിസയുടെ അന്ന് 12 മണി വരെയും ഹോസ്പിറ്റലിലാണ്. ഞാൻ പിന്നെ ഡോക്ടറെ പോയി കണ്ടു. ഞാൻ ഡോക്ടറോട് ചോദിച്ചു എന്തെങ്കിലും ചെയ്യാൻ പറ്റുമോ. അപ്പോൾ ഡോക്ടർ നേഴ്സുമാരോട് പറഞ്ഞു അതിൻ്റെ കാര്യങ്ങളെല്ലാം നോക്കിയിട്ട് റിസൾട്ട് കൊടുക്കാൻ പറഞ്ഞു. അങ്ങനെ പെട്ടെന്ന് തന്നെ എന്ത് ചെയ്യുന്നതെന്നറിയത്തില്ല, പെട്ടെന്ന് തന്നെ എൻ്റെ അമ്മയുടെ ആരോഗ്യനില മെച്ചപ്പെടുകയും ഡോക്ടർ ഡിസ്ചാർജ് തരികയും ആ കറക്റ്റ് സമയത്ത് എൻ്റെ അമ്മ
പള്ളി വന്ന് മാമോദീസ പങ്കെടുക്കുകയും യാതൊരു പ്രശ്നവും കൂടാതെ ആ ഫംഗ്ഷൻ കഴിയുകയും ചെയ്തു. പിന്നെ ഞാൻ കാരുണ്യപ്രവർത്തികളായിട്ട് ചെയ്യുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, കാരുണ്യപ്രവർത്തികൾ ഞാൻ ഇവിടുന്ന് പത്രം മേടിച്ച് ഞാൻ വിതരണം ചെയ്യാറുണ്ട്. പിന്നെ നമ്മുടെ പള്ളിയിൽ പാവപ്പെട്ട ആൾക്കാർക്ക് ആഴ്ചയിൽ ഒരു പ്രാവശ്യം ഫുഡ് കൊടുക്കുന്നുണ്ട്. പിന്നെ പ്രേക്ഷിത പ്രവർത്തനങ്ങൾ പത്രം കൊടുക്കാറുണ്ട്. എനിക്ക് തന്ന എല്ലാ കൃപകൾക്കും അനുഗ്രഹങ്ങൾക്കും മാതാവിനും ഈശോയ്ക്കും 1000 നന്ദി പറഞ്ഞുകൊണ്ട് ഞാൻ നിർത്തും. സങ്കീർത്തനം 145, 18, 19 തിരുവചനങ്ങൾ. തന്നെ വിളിച്ചപേക്ഷിക്കുന്നവർക്ക്, ഹൃദയ പരമാർത്ഥതയോടെ വിളിച്ചപേക്ഷിക്കുന്നവർക്ക് കർത്താവ് സമീപസ്ഥനാണ്. തൻ്റെ ഭക്തരുടെ ആഗ്രഹം അവിടുന്ന് സഫലമാക്കുന്നു. അവിടുന്ന് അവരുടെ നിലവിളി കേട്ട് അവരെ രക്ഷിക്കുന്നു. റിജോ എബ്രഹാം എന്ന ഈ മകൻ തൻ്റെ ദാമ്പത്യ ജീവിതത്തിൻ്റെ ഏറ്റവും വലിയ ഒരു നിയോഗത്തെയാണ് അമ്മയുടെ കരങ്ങളിലേക്ക് ഏൽപ്പിച്ചു കൊടുക്കുന്നത്. വിവാഹശേഷം 5 വർഷമായിട്ടും കുഞ്ഞുങ്ങളില്ലാതെ ക്ലേശിച്ച ദമ്പതികൾ ഉടമ്പടി എന്ന് ആവർത്തിച്ച് തനിക്ക് സ്വപ്നത്തിൽ സന്ദേശം കിട്ടിയതനുസരിച്ച് അത് പങ്കാളിയോട് സംസാരിച്ച് കൃപാസനത്തെക്കുറിച്ചുള്ള അറിവും സന്ദേശവുമാണെന്ന് മനസ്സിലാക്കിക്കൊണ്ട് ഓൺലൈൻ ഉടമ്പടി എടുത്ത് മക്കൾ അവരുടെ ജീവിതം അമ്മ മാതാവിന് സമർപ്പിക്കുന്നതാണ് സാക്ഷ്യപ്പെടുത്തിയത്. ഉടമ്പടി എടുത്ത് അല്പനാളുകൾക്ക് ശേഷം തന്നെ അവർക്ക് രണ്ടുപേർക്കും കാര്യമായ പ്രയാസങ്ങളൊക്കെ ഡോക്ടർമാർ പറയുകയും ഒത്തിരി ചികിത്സകൾ ചെയ്ത് അതൊക്കെ വിഫലമായി പോവുകയും ആകെ മാനസികമായി വിഷമത്തിലായിരിക്കുകയും ചെയ്തിരുന്ന നാളുകളിൽ അമ്മയുടെ സവിശേഷമായ സംരക്ഷണയാൽ ആ ഓൺലൈൻ ഉടമ്പടിയിൽ മകൾ ഗർഭിണിയാകുവാൻ ദൈവം അനുഗ്രഹിക്കുകയും അനുവദിക്കുകയും അതിലൂടെ ആരോഗ്യമുള്ള കുഞ്ഞിനെ ലഭിക്കുകയും ചെയ്തതിനെ ഈ അൾത്താരയിൽ സാക്ഷ്യപ്പെടുത്തിയതാണ്. ഒത്തിരി മക്കൾ അവരുടെ ദാമ്പത്യ ജീവിതത്തെ അമ്മയുടെ അരികിൽ കൊണ്ടുവന്ന് നവീകരിക്കുകയും അവരുടെ ജീവിതത്തെ ദൈവത്തിന് ഹിതകരമായി മുന്നോട്ട് നയിക്കുവാൻ തീരുമാനിക്കുകയും ചെയ്ത് ഉടമ്പടി എടുക്കുമ്പോൾ ശാരീരികമായ എല്ലാ പരിമിതികളെയും അതിലംഘിച്ചുകൊണ്ട് ദൈവികമായ സംരക്ഷണത്തിൽ വലിയ സന്തോഷത്തിൻ്റെ ജീവിതം, വലിയ അനുഗ്രഹത്തിൻ്റെ ജീവിതം, സന്താന സൗഭാഗ്യത്തിൻ്റെ ജീവിതം ലഭിക്കുന്നത് എന്നും ഈ അൾത്താരയിൽ പ്രഘോഷിക്കപ്പെടാറുണ്ട്. അതിലേക്കാണ് ഈ കുടുംബവും ഇന്ന് ഇവരുടെ ദാമ്പത്യ ജീവിതത്തെ ചേർത്ത് വെച്ച് ദൈവനാമത്തെ സ്തുതിക്കുന്നത്. അത്യപൂർവ ദൈവാനുഭവങ്ങൾ ഇനി നിങ്ങൾക്കും സ്വന്തം. ഈ യൂട്യൂബ് ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക. ഈ വീഡിയോ ഇപ്പോൾ തന്നെ നിങ്ങളുടെ സുഹൃത്തുക്കൾക്ക് ഷെയർ ചെയ്തുകൊണ്ട് കർത്താവിൻ്റെ പ്രേക്ഷിതരാകുക.